മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് മന്ത്രി ഐ പെരിയസ്വാമിക്ക് മറുപടിയുമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാട്ടക്കരാറിന് പുറത്തുള്ള കേരളത്തിന്റെ ഒരിഞ്ച് ഭൂമി വിട്ടുകൊടുക്കില്ല. തമിഴ്നാട് മന്ത്രിയുടെ പ്രസ്താവന നടക്കാത്ത കാര്യമാണ്. പ്രസ്താവന എന്ത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അത് ഏതടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പാട്ടക്കരാറിന് പുറത്തുള്ള കേരളത്തിൻ്റെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഒരു തല ആലോചനയും ഇല്ലെന്ന് മാത്രമല്ല, അതാണ് അതിൻ്റെ റിയലിസ്റ്റിക്കായ ഒരു കാര്യം. നമ്മുടെ ജീവൽ പ്രശ്നമായും കണ്ടുകൊണ്ട് ഇത്രയും പഴക്കമുള്ളൊരു ഡാം എന്ന നിലയിൽ ഒരു പുതിയ ഡാം ഉണ്ടാകണമെന്നുള്ള കൺസെപ്റ്റ് തമിഴ്നാടും കേരളവും തമ്മിൽ ആലോചിച്ച് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ഔട്ട് ഓഫ് കോർട്ടിൽ ചില ഡിസ്കഷൻസ് ആകാം, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു. റഹീസ്, തമിഴ്നാടിന് അവകാശപ്പെട്ട ഒരു പിടി മണ്ണ് പോലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പരാമർശമാണ്, മന്ത്രിയുടെ പരാമർശമാണ് വിവാദമായത്. ഇതിനോടിപ്പോൾ റോഷി അഗസ്റ്റിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു മുഹമ്മദ് റഹീസ്? ഇന്നലെ തമിഴ്നാട് മന്ത്രി ഐ പെരിയസ്വാമി നടത്തിയ ഒരു പ്രതികരണമാണ്, മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ നടത്തിയ ചില വാക്കുകളാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. അതൊരു വാക്കുതർക്കത്തിലേക്കൊക്കെ പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് തമിഴ്നാട് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ആ ഒരു ശേഷി 152 ഉയർത്തും എന്നുള്ളൊരു വാദമാണ് തമിഴ്നാട് മന്ത്രി മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഇത് തമിഴ്നാട് ജനതയുടെ ചിരകാല അഭിലാഷമാണ്. അത് DMK സർക്കാർ നിലവിലുള്ളപ്പോൾ തന്നെ നടപ്പിലാക്കുമെന്ന് കൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. നേരെ മറിച്ച് ഒപ്പം തന്നെ ഒരു ഇഞ്ച് ഭൂമി പോലും തമിഴ്നാട്ടിൻ്റേത് കേരളത്തിന് വിട്ടു നൽകില്ല എന്നുകൂടി പറയുന്നു. അങ്ങനെ തമിഴ്നാട് മന്ത്രിയുടെ ആ വാക്കുകൾ ഏറെ പ്രചാരം ലഭിച്ചതിനു ശേഷം, അത് വലിയൊരു വിവാദമായ ശേഷമാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുന്നത്. അദ്ദേഹം സംസാരിക്കുന്നതാകട്ടെ കേരളത്തിൻ്റെ ഒരു ഇഞ്ച് ഭൂമി പോലും, പാട്ടക്കരാറിന് പുറത്തുള്ള ഒരു ഇഞ്ച് ഭൂമി പോലും തമിഴ്നാടിന് വിട്ടു നൽകില്ല എന്ന കൃത്യമായ നിലപാട് റോഷി അഗസ്റ്റിൻ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം പുതിയൊരു ഡാം കേരളവും തമിഴ്നാടുമായി സംസാരിച്ച് ചർച്ച ചെയ്താൽ നടപ്പിലാകുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മന്ത്രി ഏത് അടിസ്ഥാനത്തിലാണ് പ്രതികരിച്ചതെന്ന് അറിയില്ല. ഒരിക്കലും നടക്കാത്ത കാര്യമാണ് മന്ത്രി പറയുന്നത്. തമിഴ്നാട് മന്ത്രിയുടെ വിവാദ പരാമർശത്തിലാണ് ഇപ്പോൾ റോഷി അഗസ്റ്റിന്റെ മറുപടി.